നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. അധികാരമേൽക്കുന്നതോടെ ഇതുവരെ അഴിമതിയിൽ മുങ്ങി ഇടതുപക്ഷം കാണിച്ചുകൂട്ടിക്കൊണ്ടിരുന്ന എല്ലാ നെറികേടിനും ഇരുട്ടടി കിട്ടി തുടങ്ങി കഴിഞ്ഞു. മന്ത്രിമാരെ പോലും കുത്തിനു പിടിച്ചു തുടങ്ങി നഗരപിതാവ് വി രാജേഷ്. നഗരത്തിനുള്ളിലെ ഗതാഗതത്തെ കുറിച്ച് ഏറെക്കാലമായി അടിഞ്ഞുകിടന്നിരുന്ന ഒരു പ്രധാന ചർച്ച വീണ്ടും സജീവമാവുകയാണ്. കോർപ്പറേഷനിലെ ബി.ജെ.പി. അധികാരം ഏറ്റെടുത്തതോടെ കോർപ്പറേഷൻ KSRTCക്ക് വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ നഗരത്തിന് പുറത്ത് സർവീസ് നടത്തുന്നതിനെതിരെ പുതിയ ഭരണസമിതി ശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നഗരത്തിലെ ഈ ബസ്സുകളെ തിരിച്ചുപിടിക്കാനുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമങ്ങളോട് മേയർ വി രാജേഷ് പറഞ്ഞു. കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി KSRTC നടത്തുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം അറിയിച്ചു. നഗരസഭ വാങ്ങി KSRTCക്ക് കൈമാറിയ വൈദ്യുത ബസ്സുകൾ നഗരപരിധിക്കുള്ളിൽ സർവീസ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന ഈ ബസ്സുകൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. മുന്നോട്ട് വന്നത് രാഷ്ട്രീയ വിവാദമായി മാത്രം കാണുന്നത് നഗരവികസനത്തിന്റെ യഥാർത്ഥ ആവശ്യം മറച്ചുവെക്കുന്നതിന് തുല്യമാണ്. ഇതൊരു പാർട്ടിയുടെ നേട്ടനഷ്ടങ്ങളുടെ പ്രശ്നമല്ല. ഇത് നഗരവാസികളുടെ ജീവിത നിലവാരം, ഗതാഗത നീതി, പൊതുമുതൽ ഉപയോഗത്തിന്റെ ഉത്തരവാദിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ വിഷയമാണ്. നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഹരിത നഗരം എന്ന ആശയം നടപ്പിലാക്കാനും വേണ്ടിയാണ് സിറ്റി സർക്കുലർ ഈ ബസ് സംവിധാനം കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷന്റെ സഹായത്തോടെ വാങ്ങിയ ഈ ബസ്സുകളാണ് KSRTC ഇഷ്ടാനുസരണം നാടുകടത്തിയത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓഫീസുകൾ, ആശുപത്രികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിച്ചായിരുന്നു സിറ്റി സർക്കുലർ ബസ്സുകൾ ആരംഭിച്ചത്. 10 രൂപ നിരക്കിൽ ഓടി തുടങ്ങിയ സിറ്റി സർക്കുലർ ഈ ബസ്സുകൾ പെട്ടെന്ന് ജനകീയമായി. 113 ഇലക്ട്രിക് ബസ്സുകളാണ് സിറ്റി സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ഈ ബസ്സുകൾ നഗരത്തിൽ തന്നെ സർവീസ് നടത്തണമെന്ന് KSRTC കോർപ്പറേഷനുമായി കരാർ ഉണ്ടാക്കിയിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ KSRTC പരിഷ്കരണത്തിന്റെ ഭാഗമായി ഈ കരാർ ലംഘിച്ച് ബസ്സുകൾ മറ്റിടങ്ങളിലേക്ക് സർവീസ് നടത്തി തുടങ്ങി. സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനായിരുന്നു സിറ്റി സർക്കുലർ ബസ്സുകൾ എന്ന ആശയം KSRTC തകർത്തത്. നഗരത്തിലെ ഗതാഗത ആവശ്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് രൂപകൽപ്പന ചെയ്ത റൂട്ടുകളാണ് സിറ്റി സർക്കുലറിന് വേണ്ടി തയ്യാറാക്കിയത്. എന്നാൽ ഇവ സിറ്റി വിട്ട് നെടുമങ്ങാട്, ആറ്റിങ്ങൽ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. തലസ്ഥാന നഗരത്തിലെ വീതി കുറഞ്ഞ ഇടറോഡുകൾക്ക് അനുയോജ്യമായാണ് ചെറിയ ഈ ബസ്സുകൾ. നഗരത്തിന് പുറത്തേക്ക് യാത്ര തുടങ്ങിയതോടെ പേരുമാറ്റി നിരക്കുമുയർത്തി. ഈ ബസ്സുകളെ സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ KSRTC അവതരിപ്പിച്ചു. നിരക്ക് കൂട്ടാനുള്ള മറ്റൊരു തന്ത്രമായിരുന്നു അത്. ഈ ബസ്സുകളുടെ പ്രവർത്തന ചെലവ് കുറവായതിനാൽ യാത്രാ നിരക്ക് കുറച്ച് സർവീസ് നടത്താനാകും. റൂട്ട് മാറി ഓടുന്ന സിറ്റി ബസ്സുകൾ ഇല്ലാതായതോടെ ഈ ബസ്സുകളെ മാത്രം ആശ്രയിച്ചിരുന്ന പ്രായമായവരുടെ കാര്യം പരുങ്ങലിലായി. മുൻ ഭരണസമിതി ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ വൈദ്യുത ബസ്സുകൾ വാങ്ങിയത് എന്തിനാണ്? മലിനീകരണം കുറയ്ക്കാനും ശുദ്ധവായുവുള്ള നഗരം സൃഷ്ടിക്കാനും പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്താനും അവസാന മൈൽ കണക്ടിവിറ്റി ഉറപ്പിക്കാനുമാണ്. എന്നാൽ പ്രായോഗികതയിൽ എന്ത് സംഭവിച്ചു? നഗരപരിധിക്കുള്ളിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ നഗരത്തിനപ്പുറം പോകും. നഗരസഭയുടെ നികുതി പണത്തിൽ വാങ്ങിയ വാഹനങ്ങളുടെ പ്രയോജനം നഗരവാസികൾക്ക് പൂർണ്ണമായി ലഭിക്കാതെയായി. ഇത് വികസനമാണോ അതോ പദ്ധതിയില്ലായ്മയുടെ ഫലമോ? KSRTC ഒരു സംസ്ഥാനതല സ്ഥാപനമാണ്. അതിന്റെ ആവശ്യങ്ങളും ബാധ്യതകളും നിഷേധിക്കാനാവില്ല. പക്ഷേ നഗരസഭ വാങ്ങിയ ബസ്സുകൾ നഗരസഭയുടെ മുൻഗണനകൾക്ക് വിധേയമായിരിക്കണം എന്നത് അടിസ്ഥാന ഭരണതത്വമാണ്. പൊതുമുതൽ പൊതുപ്രയോജനം എന്ന ലളിത സിദ്ധാന്തം ഇവിടെ മറന്നുപോയി. നഗരവാസികൾ കാത്തിരുന്ന റിംഗ് റോഡ് കണക്ടിവിറ്റി, ഓഫീസുകൾ, കോളേജുകൾ, ആശുപത്രികൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഹൈ ഫ്രീക്വൻസി സർവീസുകൾ, തിരക്കേറിയ റൂട്ടുകളിൽ ട്രാഫിക് സമ്മർദ്ദം കുറയ്ക്കുന്ന ഷട്ടിൽ മോഡൽ, ഇവയെല്ലാം ഫയലുകളിൽ ഒതുങ്ങി. ഇവിടെ ബി.ജെ.പിയുടെ ആവശ്യം ബസ്സുകൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു പ്രതികാര രാഷ്ട്രീയമെന്നോ ഭരണകൂട മാറ്റത്തിന്റെ ചിഹ്നമെന്നോ ഒതുക്കിക്കളയരുത്. ചോദ്യം നിയന്ത്രണത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയുമാണ്. നഗരസഭയുടെ സ്വത്തായ ബസ്സുകൾ നഗരസഭ നിശ്ചയിക്കുന്ന റൂട്ടുകളിൽ, നഗരസഭ നിശ്ചയിക്കുന്ന സമയക്രമത്തിൽ നഗരസഭയുടെ വികസന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കണം. വികസനം എന്നത് റിബൺ കട്ടിങ്ങും പത്രക്കുറിപ്പുകളും മാത്രമല്ല. വികസനം അളക്കുന്നത് ദിവസേന ബസ്സിനായി കാത്തുനിൽക്കുന്ന ഒരു തൊഴിലാളിയുടെ സമയ ലാഭത്തിലാണ്, സ്കൂളിലേക്കുള്ള സുരക്ഷിത യാത്രയിലാണ്, മുതിർന്ന പൗരന്റെ കുറഞ്ഞ ചെലവുള്ള സൗകര്യപ്രദമായ യാത്രയിലും കൂടിയാണ്. വൈദ്യുത ബസ്സുകൾ നഗരത്തിനകത്ത് ശക്തമായ നെറ്റ്വർക്ക് സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ സ്വകാര്യ വാഹനാശ്രയം കുറയുമായിരുന്നു. കാർബൺ ഉത്സർജനം താഴ്ന്നേനെ, റോഡുകളുടെ ആയുസ് കൂട്ടപ്പെട്ടേനെ. ഇതെല്ലാം നഷ്ടമായത് തീരുമാനങ്ങളുടെ അശാസ്ത്രീയത ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി മുന്നോട്ട് പോകേണ്ട വഴി വ്യക്തമാണ്. ഒന്നാമത്, നഗരപരിധിക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന
ഡെഡിക്കേറ്റഡ് ഇ ബസ് കോറിഡോറുകൾ രൂപപ്പെടുത്തുക. രണ്ടാമത്, തിരക്കേറിയ റൂട്ടുകളിൽ ഹൈ ഫ്രീക്വൻസി ഷെഡ്യൂൾ 10-12 മിനിറ്റ് ഇടവേളയിൽ നടപ്പിലാക്കുക. മൂന്നാമത്, മെട്രോ, സിറ്റി ബസ്സുകൾ, ഓട്ടോ അല്ലെങ്കിൽ ഇ ഓട്ടോ എന്നിവ തമ്മിലുള്ള ഇന്റഗ്രേറ്റഡ് ടിക്കറ്റിംഗ്. നാലാമത്, സർവീസ് ഡേറ്റ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ട്രാൻസ്പെറൻസി ഡാഷ്ബോർഡ്. അഞ്ചാമത്, ബസ്സുകളുടെ പരിപാലനം, ചാർജിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, ഡ്രൈവർ ട്രെയിനിങ് ഇവയെല്ലാം നഗരസഭയുടെ നേരിട്ടുള്ള മേൽനോട്ടം. ബസ്സുകൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യം അവസാന ലക്ഷ്യമല്ല, ഇതൊരു ഇടക്കാല പരിഹാരമാണ്. ലക്ഷ്യം നഗര വികസനമാണ്. അതിന് രാഷ്ട്രീയ വൈരാഗ്യങ്ങളല്ല, സ്ഥാപനപരമായ വ്യക്തതയും ഉത്തരവാദിത്വവും വേണം. KSRTCയുമായി സഹകരിച്ച് എന്നാൽ നഗരസഭയുടെ അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് നഗരവാസികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പുതുക്കിയ ഗതാഗത മാതൃകയാണ് തിരുവനന്തപുരം അർഹിക്കുന്നത്. അതാണ് BJP മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്.